എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ പിണറായി സർക്കാരിന് പരാജയം സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. പരാജയം സംഭവിക്കാന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് പിണറായി സർക്കാരാണല്ലോ ഭരിക്കുന്നത്, നാട് ഭരിക്കുന്നത്. അതിൻ്റെതായ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. 10 വർഷം കൊണ്ട് ഒരു അത് ആ മാറ്റം എന്താണെന്നാണ് ആഗ്രഹിച്ചെന്ന് പറഞ്ഞു വെച്ചത്. മാറ്റം എന്താണെന്ന് വെച്ചാൽ സ്വീകരണം കൊടുത്തു. നാളെ ഇവിടെ OSMD ജയിച്ചിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ OSMD ആറ്റിങ്ങ മണ്ഡലത്തിലാണ് ഞങ്ങൾ സ്വീകരണം കൊടുക്കുന്നുണ്ട്. മണനാക്ക് ടച്ച് ചെയ്യുന്നതാണ് ആറ്റിങ്ങൽ. ഇവിടെ ജയിച്ചേക്കുന്നവരൊക്കെ OSMDയും ജയിച്ചു. അത് 2 മണ്ഡലം എന്ന നിലയിൽ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല താങ്കൾ മറുപടി പറയണം. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ ഇന്നത്തെ ഭരണകർത്താക്കളായിരുന്ന പിണറായി സർക്കാരിൻ്റെ പരാജയം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. അതിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പരാജയം എന്ന് പറയുമ്പോഴത്തേക്ക് 10 വർഷം കൊണ്ട് തുടർഭരണം വഹിക്കുന്ന പിണറായി ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കും. അത് എല്ലാ പരാതി തന്നെ. ഞങ്ങൾ തന്നെ ഒരേ ആഹാരം എന്നും കഴിച്ചാലും അങ്ങനെ തന്നെ വരുമല്ലോ. എങ്ങനെ ഇവിടെ UDFന്റെ ഭരണമായിരുന്നാലും ജനങ്ങൾക്ക് ഇപ്പോൾ 5 വർഷം 10 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അതാണ് തീരുമാനം. ഓക്കെ, താങ്ക് യു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും വിജയത്തെ, കമ്മ്യൂണിസ്റ്റിൻ്റെ പതനവും കോൺഗ്രസിൻ്റെ വിജയത്തെ പറ്റി നിങ്ങളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല നിങ്ങൾ ജനാധിപത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? അല്ല അതായിക്കോട്ടെ, ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? കമ്മ്യൂണിസ്റ്റിൻ്റെ പതനവും കോൺഗ്രസിൻ്റെ വിജയവും. അപ്പോൾ അത് എങ്ങനെ? സോറി, ഞാൻ കേട്ടില്ല. ജ്യൂസ് അല്ല, ജ്യൂസിൻ്റെ ആവശ്യമല്ല. ഇവിടുത്തെ ജനാധിപത്യമായ ഒരു ഉത്സവമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. ആ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് പറയാം? എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ടെന്നല്ല, എന്നെന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് ചെയ്യും. 5 വർഷം അവർ ചെയ്യും. അവർ ചെയ്യാൻ പറ്റുന്നത് ഇവർ ചെയ്യും. വാശി വെച്ച് രണ്ടും ചെയ്തിട്ട് നാട് വികസിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉള്ള യുവാക്കള് ഡിഗ്രിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകണം, ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വെളിരാജ്യത്ത് നമ്മൾ നോക്കണമെന്ന് സ്വന്തം നാട്ടിൽ അതാണ് നിങ്ങൾ എന്തിനാണ് 12 വർഷം ദുബായിൽ നിന്നവനാണ്. എന്തിനാണ് ദുബായി പോയി? ഇവിടെ നിന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഉണ്ട് എനിക്ക് ജോലി. ഇവിടെ ഉണ്ട്. വെറുതെ ഇരിക്കുന്നതല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ഈ സ്കൂളിന്റെ ഫ്രണ്ടിലെ ഈ കാട് പിടിച്ചെല്ലാം ചെയ്താ ചെയ്താ കോൺഗ്രസ് കൊട്ടക. ഇപ്പൊ അവസാനം ചെയ്തെന്നാണ് പയ്യന്മാരോട് ചേർന്നല്ലേ ചെയ്യാൻ പോണത്. നാടിന്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്തു. അപ്പൊ എന്റെ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. എന്താണ് എങ്ങനെ? ഞാൻ ചോദിക്കാം, നിങ്ങളെ വിദ്യാഭ്യാസം ആര് ഭരിക്കണമെന്നല്ലല്ലോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഈ നാട്ടിൽ തന്നെ വേണ്ടേ? അതിനു വേണ്ടി ഇവിടുന്ന് ഗൾഫിലേക്കോ മറ്റൊരു രാജ്യങ്ങളോ പോവാതിരിക്കാൻ വേണ്ടിയുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് എന്താണ് ചെയ്യാതെ? ഏത് പാർട്ടി വന്നാലാണ് അത് ഗുണം? നീതി വേണം. എന്ത് നീതിയാണ്? ജോലിക്ക് പോകാൻ വയ്യ, പച്ചക്കറി വീട്ടിൽ കോവിഡ് കാലമല്ലല്ലോ. പിന്നെ മെയിൻ ആയിട്ടുള്ള കുടിവെള്ളം എല്ലാ വീട്ടിലും അത് എത്തിക്കണം. അത് ബക്കറ്റും കൊണ്ട് അല്ല, ജപ്പാൻ കുടിവെള്ളം ഉണ്ടെന്ന് സർക്കാർ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ. കുടിവെള്ളം കാത്ത് നിൽക്കാനുള്ള സമയമില്ല. അല്ല, അവര് കൊടുത്തതാ ഈ കുടിവെള്ളം കാത്ത് ജോലിക്ക് പോകാതെ ഒരാള് വെള്ളത്തിന് വേണ്ടി നിൽക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് കുടിവെള്ളം പദ്ധതി ഇവിടെ എന്റെ കയ്യിൽ ചോദ്യങ്ങളില്ല, ആൻസറുകൾ മാത്രമാണ്. അത് ആൻസറാണ് എനിക്ക് ആൻസറാണ് ആവശ്യം. ആൾക്കാർ വെള്ളം വരുമെന്നും പറഞ്ഞ് ആൾക്കാരെ ജോലി കളഞ്ഞ് വീട്ടിന്റെ നടയിൽ ബക്കറ്റുമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ജോലി ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ വെള്ളം വരുമെന്നും പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ പഞ്ചായത്ത് തലത്തിൽ എല്ലാ വീടുകളിലും തന്നിട്ടുണ്ട്. അതിൽ വെള്ളം വരുന്നുണ്ട്. അതാണ് അറിയണം. അതാണ് എന്തുകൊണ്ട്
അതിനു വേണ്ടി നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇനി ഭരണാധികാരികൾ മാറിയതിനു ശേഷമുള്ള പ്രതികരണം ഇനി വേണം. അല്ല നേരത്തെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇനി ഇന്നത്തെ കേസ് പ്രതികരിക്കാതെ ഇരിക്കണം. ഒരു കേസും ഇല്ല. ഇല്ലാത്ത കാര്യം ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റൂല. 15 വർഷം കൊണ്ട് കേസ് കിടക്കുന്നു. ക്രിസ്മസിൽ സ്റ്റാർ തൂക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ മാമ ഇന്ന് ഭരണം പുതിയതായിട്ട് വന്നപ്പോ മാമ ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നു. അടുത്ത നമ്മൾ എന്ന് കാണും 5 മാസം കഴിഞ്ഞ ഒരു വീഡിയോ കൊണ്ട് വരണം. 5 വർഷത്തോടെ ഇത് ആലം വാർത്തയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പിനും ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലം വാർത്തയിൽ ഏലാപ്പുറം മാറൂട് അമ്പലത്തിന്റെ ക്ഷേത്രത്തിന് വടക്ക് നോത്തി എന്നുള്ള യന്ത്രത്തിലുള്ള മനുഷ്യരെ പിടിച്ച ഒരാളാണിത്. സ്നേഹത്തിന്റെ നിമിഷങ്ങൾക്ക് ഏലാപ്പുറം മാറൂട് ശിവപാർവതി ക്ഷേത്രമല്ല, മണനാക്കിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊല്ലോ മക്കളാണ്. കടവള നിസ്സാമി. പക്ഷെ ഇപ്പോഴും വെള്ളത്തിന്റെ കാര്യമാണ് അവിടെ. വെള്ളത്തിന്റെ കാര്യം മെയിൻ ആണ്. അതാണ് പറയാനുള്ളത്. വെള്ളം നമ്മുടെ ദാനം ചെയ്യുമ്പോഴും ചെയ്തില്ലേ, നമ്മുടെ ഏരിയയില്ലേ വെള്ളം നമ്മുടെ അവകാശമല്ലേ?